പാലും പാലുൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നവരും അത് സൂക്ഷിക്കുന്നവരും ഉപയോഗിക്കുന്ന കസ്റ്റമറും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന്. ഇന്റർനാഷണലി പാലും പാലുൽപ്പന്നങ്ങളും സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫെഫോ മോഡൽ എന്ന് പറയുന്നത്. എന്താണ് ഫെഫോ മോഡൽ? ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് എന്നൊരു കൺസെപ്റ്റ്. കാരണം വളരെ ഷോർട്ട് ലൈഫുള്ള സാധനങ്ങളാണ് പാലും പാലുൽപ്പന്നങ്ങളും. അപ്പോൾ ഇത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരാൻ, സ്പോയിലേജ് ആവാൻ വളരെ പെട്ടെന്ന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഉൽപ്പന്നത്തിൽ നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റിലാവണം. ആദ്യം കൊടുക്കേണ്ടത് ഏറ്റവും പെട്ടെന്ന് എക്സ്പയറി ആവുന്ന സാധനമാണ്. അതുപോലെ കസ്റ്റമർ ഇത് കീപ്പ് ചെയ്ത് എൻഡ് കസ്റ്റമറിലേക്ക്, കടക്കാർ കീപ്പ് ചെയ്ത് എൻഡ് കസ്റ്റമറിലേക്ക് നൽകുമ്പോഴും ഈ ഒരു ഫെഫോ മോഡൽ ഉപയോഗിക്കണം, അത് ഫോളോ ചെയ്യണം. അതുപോലെ എൻഡ് കസ്റ്റമർ നമ്മൾ വീട്ടിലേക്ക് ഈ സാധനം വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ കംപ്ലൈൻറ്റ് വരാതെ നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. കാരണം ഫസ്റ്റ് വാങ്ങിച്ച സാധനം ഫസ്റ്റ് ഉപയോഗിക്കുന്നു, അതിനുശേഷം പിന്നീടുള്ളത് സ്റ്റോർ ചെയ്ത് പിന്നീട് ഉപയോഗിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് നിർബന്ധമായും നമ്മളെല്ലാവരും ഫോളോ ചെയ്യും.